സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ SFIക്കെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. സംഘടനയുടെ ചരിത്രം അറിയാത്തവർ SFIയിൽ എത്തിയതാണ് പ്രശ്നമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ക്രിമിനലുകൾ അഴിഞ്ഞാടാൻ അവസരം കൊടുക്കുന്നത് മുഖ്യമന്ത്രി എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFIയുടെ മർദ്ദനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് താനെന്ന് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പും പ്രതികരിച്ചു. വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ SFI നേതാക്കൾ പ്രതിക്കൂട്ടിലായതോടെയാണ് SFIക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. സംഘടനയുടെ ചരിത്രമറിയാതെ SFIയിലെത്തിയവരെ പുറത്താക്കി ശുദ്ധീകരിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ SFIയിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ആ ചരിത്രമൊന്നും അറിഞ്ഞുകൂടാത്ത കുറച്ച് പേർ ഇപ്പോൾ ഇതിൽ വന്ന് കൂടിയിട്ടുണ്ട്. അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി ഇത് ശുദ്ധീകരിക്കുക എന്നുള്ള നിലപാടാണ് SFI നേതൃത്വം സ്വീകരിക്കേണ്ടത്. SFI മർദ്ദനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് താനെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം. 70കളിൽ KSU നേതാവായിരുന്ന സമയത്ത് നിരന്തരം പീഡനത്തിനിരയായെന്നും ചെറിയാൻ ഫിലിപ്പ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലമായി ഞാൻ മരിച്ചില്ലെങ്കിലും ഒരു രക്തസാക്ഷി എന്ന നിലയിലാണ് ഈ ശാരീരിക വേദന ചുമന്നുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മൗനമെന്നും ക്രിമിനലുകൾ കഴിഞ്ഞാടാൻ അവസരം നൽകുന്നത് മുഖ്യമന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ആ മൗനത്തിന്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്ന് കേരളത്തിന്റെ രക്ഷാകർത്താക്കളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് വെറ്റിനറി സർവകലാശാലയിൽ നടന്നത്. കേരളത്തിന്റെ ശാപമായി SFI മാറിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം. തീർച്ചയായും ഇതിപ്പോൾ ഒരു കേരളത്തിൻ്റെ ശാപമായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഗുണ്ടായുസത്തിലൂടെ പാർട്ടി വളർത്താനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി എല്ലായിടത്തും നടത്തി. ഇത്രമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകിയത്. TP ചന്ദ്രശേഖരനും ഷുക്കൂറും അതുപോലെയുള്ള മൻസൂറും നിരവധി ആളുകളെ കൊന്നൊടുക്കിച്ചു. SFI അധോലോക പ്രവർത്തനമാണ് ക്യാമ്പസുകളിൽ നടത്തുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA. SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. SFI എന്ന പ്രസ്ഥാനം ഇന്ന് ക്യാമ്പസുകളിൽ നടത്തുന്നത് സംഘടനാ പ്രവർത്തനമല്ല, അധോലോക പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. SFIക്കെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നത്. 24 തിരുവനന്തപുരം.